എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്ന ഗ്രഹത്തെപ്പറ്റി പറഞ്ഞാൽ എല്ലാവർക്കും പൊതുവെ പേടിയാണ് ഈ ഗ്രഹത്തിനെ. കാരണം ഭാര്യാഭർത്താക്കന്മാരെ കൊല്ലുന്ന ഗ്രഹം, അതുപോലെ തന്നെ വേണ്ടപ്പെട്ട പല വിവാഹങ്ങളും മുടക്കുന്ന ഗ്രഹം എന്നൊക്കെ പേരുദോഷമുള്ള ഒരു ഗ്രഹം കൂടിയാണ്. ഞാൻ ചൊവ്വ എന്ന ഗ്രഹത്തെപ്പറ്റിയാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഗ്രഹത്തിൻ്റെ പൊതുവെ എല്ലാവരും ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. 7-ാം ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, അത് വിവാഹത്തിൻ്റെ ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഉടനെ 7-ൽ ചൊവ്വാദോഷം, അതുപോലെ തന്നെ അഷ്ടമത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ, അതായത് 8-ൽ ആയുസ്സിൻ്റെ സ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ 8-ൽ ചൊവ്വാദോഷം. നമ്മൾ സത്യം പറയാം, ഈ ചൊവ്വയെ കൊണ്ട് മാത്രമേ ഈ ചൊവ്വാദോഷമൊക്കെ പറയുന്നുള്ളൂ. ശനി പോലുള്ള ഗ്രഹങ്ങൾ പാവഗ്രഹങ്ങളാണ്, പക്ഷേ ഇതുപോലെ ദോഷസ്ഥാനത്ത് നിന്ന് കഴിഞ്ഞാൽ ശനിദോഷമെന്നൊന്നും നമ്മൾ പറയാറില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഈ ചൊവ്വാദോഷം എന്ന് പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെ ഒരു ദോഷം ഉണ്ടോയെന്ന് തന്നെ സംശയമാണ്. കാരണം ചൊവ്വ ദോഷസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് മാത്രം നമ്മൾ അർത്ഥമാക്കിയാൽ മതി. അതുപോലെ തന്നെ 7-ാം ഭാവത്തിൽ വിവാഹത്തിൻ്റെ ഭാവത്തിൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ ഭാര്യ മരിക്കും അല്ലെങ്കിൽ ഭർത്താവ് മരിക്കും, അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമല്ല. കാരണം അവരവരുടെ ജാതകത്തിൽ ആയുസ്സിന് ബലമുണ്ടെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും മരിക്കില്ല. ലഗ്നത്തിനൊക്കെ ബലമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെന്താണ്, 7-ാം ഭാവത്തിൽ വിവാഹത്തിൻ്റെ ഭാവത്തിൽ ചൊവ്വ നിന്നാൽ വിവാഹ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും എന്ന് മാത്രം അർത്ഥമില്ല. കാരണം അവിടെ നിന്ന് കഴിഞ്ഞാൽ 7-ാം ഭാവത്തിൽ നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിലേക്ക് ദൃഷ്ടി വരുന്നുണ്ട് ചൊവ്വയുടെ. അപ്പോൾ ലഗ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ശരീരമാണ്. അപ്പോൾ ആ ശരീര സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ, ചൊവ്വയെ കൊണ്ട് നമ്മൾ ചിന്തിക്കാവുന്ന ചെറിയ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൈഗ്രെയിൻ പോലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുപോലെ തന്നെ ചെറിയ അപകടങ്ങൾ, മുറിവ്, ഒടിവ്, ചതവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അഗ്നിയുടെ കാരകത്വമുണ്ട്, അതുകൊണ്ട് ചെറിയ അഗ്നിബാധയോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, അതും മറ്റ് ഭാവങ്ങളും കൂടി നോക്കിയിട്ട് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെ ഏതെങ്കിലുമൊക്കെ കാരകത്വങ്ങൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഏൽക്കാനുള്ളൊരു സാധ്യത ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരെയും കൊല്ലുകയും കാര്യങ്ങളും ഒന്നുമില്ല. അതുപോലെ തന്നെ ചൊവ്വ പ്രൊട്ടക്ഷൻ്റെ ഗ്രഹമാണ്. അതുപോലെ തന്നെ ധൈര്യത്തിൻ്റെയും സാഹസികതയുടെയൊക്കെ ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട തൊഴിൽ സാധ്യതകളാണ് പറയുന്നത്. പോലീസ്, പട്ടാളം, അതുപോലെ ഫയർഫോഴ്സ്, മെക്കാനിക്ക്, ആശുപത്രി, ലാബ്, അതുപോലെ തന്നെ ഇപ്പം 6, 8, 12 ഈ സ്ഥാനങ്ങളിലൊക്കെ ചൊവ്വയുമായിട്ട് ബന്ധം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടറാകാം, പ്രത്യേകിച്ചൊരു സർജനാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചൊവ്വയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അല്ലാതെ ഇത് ആളെ കൊല്ലുന്നതോ അല്ലെങ്കിൽ വിവാഹം മുടക്കുന്നതോ ആയിട്ടുള്ള ഒരു ഗ്രഹമൊന്നുമല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അടുത്ത മറ്റൊരു ഗ്രഹത്തെ നമുക്ക് പരിചയപ്പെടാം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നമസ്കാരം.